NCPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം PC ചാക്കോ രാജിവെച്ചു. ഇത്തരം ഈർക്കിലി പാർട്ടികളെ, അങ്ങനെ വിളിച്ചാൽ അത് നാണക്കേടായിട്ട് അവർക്ക് തോന്നുമെങ്കിൽ ഒരു സോറി പറഞ്ഞുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഇത്തരം ഈർക്കിലി പാർട്ടികളെ കൊണ്ട് മുന്നണിക്ക് എന്ത് പ്രയോജനം എന്ന ആൾക്കാർ ചോദിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നുണ്ട്. ഇത്തരം ഈർക്കിലി പാർട്ടികളെ പുറത്താക്കിക്കൂടെ? എന്തിനാണ് മുന്നണിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അത് മുന്നണി രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഏകകക്ഷി ഭരണം എന്നുള്ള കാലമൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയം ഇവിടെയുണ്ട്. കേരള പൊളിറ്റിക്സ് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ പോലും ഭരിക്കുന്നത് സഖ്യകക്ഷികളുടെ പിന്തുണ കൊണ്ടാണ്. പിന്നെ കേരളത്തിൻ്റെ കാര്യം പറയാനുണ്ട്. അപ്പം ഈ ഈർക്കിലി പാർട്ടികൾക്ക് വലിയ ജനപിന്തുണയൊന്നുമില്ല. 1-2 MLA ജയിച്ചു വന്നെങ്കിൽ ആ വരുന്നവർ തന്നെ CPIM-ൻ്റെയൊക്കെ പിന്തുണ കൊണ്ട് വോട്ട് വാങ്ങി ജയിച്ചു വരുന്നവരാണ്. മുഖ്യ പാർട്ടികളുടെ CPI-യോ CPM-ഓ ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ. ഇവിടെ ഇപ്പോൾ PC ചാക്കോ എന്തുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു? അത് കുറേ നാളായിട്ട് NCPയിൽ ഉണ്ടായ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമാണെന്ന് നമുക്കറിയാം. കോൺഗ്രസ് വിട്ടുവന്ന PC ചാക്കോ NCPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCPയുടെ ഒരു മന്ത്രി ഉണ്ടല്ലോ, വനം വകുപ്പ് മന്ത്രി, ഇപ്പോഴത്തെ AK ശശീന്ദ്രൻ. വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ പാർട്ടി തലത്തിൽ ഇടപെടാൻ പല കാര്യങ്ങളിൽ, അതുപോലെ ചില കോർപ്പറേഷൻസൊക്കെ NCPക്ക് LDF സർക്കാർ, പിണറായി സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അദ്ദേഹം കൈയിടാൻ തുടങ്ങിയപ്പോൾ തന്നെ കുറേ നാളായിട്ടൊരു അസഹിഷ്ണുത നിലവിൽ NCPയിൽ ഉണ്ടായിരുന്നവർക്ക് തോന്നി തുടങ്ങി, മന്ത്രിക്ക് ഉൾപ്പെടെ. പിന്നെ PC ചാക്കോ ഒരു കളി കളിച്ചു. എന്താണ്, മുൻ കുട്ടനാട് MLA-യുടെ സഹോദരനായ ഇപ്പോഴത്തെ MLA ആയ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയിട്ട് AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുകച്ചു ചാടിക്കാനൊരു നീക്കം PC ചാക്കോ നടത്തി. അപ്പം അതിന് തോമസ് കെ തോമസ് ആദ്യം കൂട്ടുനിന്നു. പക്ഷേ അത് നടക്കില്ല എന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. പിണറായി വിജയൻ നിലപാടെടുത്തപ്പം AK ശശീന്ദ്രനെ പുറത്താക്കിയിട്ട് തോമസ് കെ തോമസിന് മന്ത്രിയാവാൻ സാധിക്കില്ല എന്ന് തോമസ് കെ തോമസിന് ബോധ്യമായി. അപ്പോൾ തോമസ് കെ തോമസ് PC ചാക്കോയെ കൈവിട്ട് വീണ്ടും ശശീന്ദ്രനുമായിട്ട് വനം വകുപ്പ് മന്ത്രിയായിട്ട് ഒരു ലോക്യത്തിലായി. ഇക്കാര്യങ്ങൾ ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ PC ചാക്കോ ഔട്ടായി. ഇവിടുന്ന് PC ചാക്കോ ഒഴിവാകണം. അദ്ദേഹം NCPയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അതുകൊണ്ട് അവിടെ പോയി കാര്യങ്ങൾ നോക്കട്ടെ. കേരള രാഷ്ട്രീയത്തിൽ PC ചാക്കോ ഇനി ഇടപെടേണ്ട ആവശ്യമില്ല. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? പിന്നെ ഇടതുമുന്നണിയിലെ ചെറുകക്ഷികൾക്ക് ഒരു MLA ഉള്ളെങ്കിൽ പോലും മന്ത്രിസ്ഥാനം കൊടുത്ത് നിലനിർത്തുന്നത് ഒരു മുന്നണി മര്യാദയാണ്. ആ മുന്നണി മര്യാദകൾ ഈ ഏക MLA-മാരുള്ള കക്ഷികൾ മന്ത്രിമാരായിട്ടിരിക്കുന്നവർ കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. അതിപ്പോൾ NCP ആവട്ടെ, അല്ലെങ്കിൽ എത്രയോ പേരങ്ങനെ വന്നിരിക്കുന്നു. ഇപ്പോൾ ആന്റണി രാജു 2.5 വർഷം മന്ത്രിയായിട്ടിരുന്നു. 1-2 MLA-മാരുള്ള പാർട്ടിക്ക് പോലും ഈ പരിഗണന LDF-ൽ ഇടതു മുന്നണിയിൽ കിട്ടുന്നുണ്ട്. ഒരു ദേവർകോവിൽ മന്ത്രിയായിട്ടിരുന്നു. പിന്നെ രാമേന്ദ്ര കടന്നപ്പള്ളി മന്ത്രി, അതുപോലെ ഇപ്പൊ KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി. അപ്പോൾ ചെറു പാർട്ടികളെയും ഒരു MLA മാത്രമേ ഉള്ളെങ്കിൽ പോലും അവരെയും ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നയം ഇടതുമുന്നണിക്കുണ്ട്. അത് UDF-ൽ എങ്ങനെയാവും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. പക്ഷെ ഇതിനകത്തൊരു ഡിസിപ്ലിൻ ഉണ്ട്. അതാണ് PC ചാക്കോയ്ക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. PC ചാക്കോ അക്കാര്യം മറന്നുപോയി. അതായത് ഇപ്പൊ ഇടതുപക്ഷ സർക്കാരിൽ അത് CPIM-ന്റെ മന്ത്രിമാരായാലും CPI-യുടെ മന്ത്രിമാരായാലും മറ്റു മന്ത്രിമാരായാലും അവരുടെ മന്ത്രി വകുപ്പില് പരിധി വിട്ടിട്ട് പാർട്ടിക്കാർ ഇടപെടരുത് എന്ന് കർശന നിർദ്ദേശമുണ്ട്. ഇപ്പൊ CPIM-ലെ മന്ത്രിമാരുടെ ഓഫീസുകളിൽ, വകുപ്പുകളിൽ, ഡിപ്പാർട്ട്മെന്റിൽ പാർട്ടി സഖാക്കള് അല്ലെ പാർട്ടിയുടെ കേഡർമാര്, നേതാക്കൾ അങ്ങനെ ആവശ്യമില്ലാതെ ഇടപെടാൻ പാടില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പാർട്ടി തലത്തിൽ ആലോചിച്ചിട്ട് ഇടപെട്ടാൽ മതി എന്നുള്ള കർശന ഡിസിപ്ലിൻ, അച്ചടക്കം LDF-ലുണ്ട്. അതുകൊണ്ട് CPIM-ന്റെ മന്ത്രിമാരുടെ ഓഫീസിലായാലും ഘടകകക്ഷി മന്ത്രിമാരുടെ ഓഫീസിലായാലും ആരും പാർട്ടിക്കാരല്ലെ പരിധി വിട്ടാരും ഇടപെടത്തില്ല.
അവിടുത്തെ നിയമനമാവട്ടെ, അല്ലെ അവരുടെ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണാവട്ടെ, ചെയർമാനാവട്ടെ, അല്ല അവിടെ പുതിയ നിയമനം നടത്താവട്ടെ, ഇതിലൊന്നും പരിധി വിട്ട് ഇടപെടാതിരിക്കുന്ന ഒരു സംവിധാനം LDF-ലുണ്ട്. അതാണ് PC ചാക്കോ മറന്നുപോയത്. PC ചാക്കോ സർവ്വതിലും കൈയിടാൻ തുടങ്ങി, വനം വകുപ്പിലെ സർവ്വതിലും കൈയിടാൻ തുടങ്ങി. മന്ത്രിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. വനം വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പോലും ആവശ്യമില്ലാത്ത ഇടപെടൽ PC ചാക്കോ നടത്തി. ആ കോൺഗ്രസ് രീതി വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഇത് പുകഞ്ഞ് പുറത്തായി കാര്യം. അവസാനം ആർക്ക് പണി കിട്ടി? PC ചാക്കോ പണി കിട്ടി. പോയി അങ്ങിരുന്നോളാൻ പറഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങൾ മറ്റുള്ളവർ നോക്കിക്കോട്ടെ. AK ശശീന്ദ്രനും തോമസ് കെ തോമസും കൂടെ നോക്കിക്കോളും. തോമസ് കെ തോമസിനെ മിക്കവാറും സംസ്ഥാന അധ്യക്ഷനായിട്ട് നിയമിക്കാനാണ് സാധ്യത. ഇത് മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഉള്ളൊരു മുന്നറിയിപ്പാണ്. മുന്നണി മര്യാദ, അതിൻ്റെ അകത്തൊരു അച്ചടക്കം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. മുന്നണി മര്യാദയും മുന്നണിയിൽ ഒരു MLA-യോ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ആ മന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ സംവിധാനങ്ങൾ പാലിക്കേണ്ടുന്ന ഡിസിപ്ലിന്, അച്ചടക്കവും ഇതിനകത്തൊരു വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് PC ചാക്കോയ്ക്ക് പടിയിറങ്ങി ഇപ്പോൾ പോകേണ്ടിയിരുന്നത്. അതാണ് കാര്യം.